കാസർഗോഡ് ചെറുവത്തൂരിൽ വർഷങ്ങളായി അപകടാവസ്ഥയിലാണ് ഒരു കോൺക്രീറ്റ് നടപ്പാലം. തകർന്നു വീഴാറായ പാലമാണ്. നിരവധി ആളുകൾ ഈ പാലത്തിലൂടെ ദിവസവും കടന്നു പോകുന്നുമുണ്ട്. ഈ അപകടാവസ്ഥ മൂലം കിലോമീറ്ററുകൾ ചുറ്റിത്തിരിയേണ്ട അവസ്ഥയുണ്ടെന്നും നാട്ടുകാരുടെ പരാതിയിൽ പറയുന്നു. നമുക്ക് അവിടുത്തെ കാഴ്ച എന്താണ്, അവസ്ഥ എന്താണെന്ന് നോക്കാം. ിൽ ജില്ലാ പഞ്ചായത്താണ് ചെറുവത്തൂർ കിഴക്കേമുറി പുറത്തേമാട് പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പാലം നിർമ്മിച്ചത്. അച്ചാംതുരുത്തിയിൽ നിന്നും കാരിയിൽ ആശുപത്രിയിലേക്കും കാരിയിൽ ഭാഗത്തു നിന്ന് അച്ചാംതുരുത്തി രാജാസ് AUP സ്കൂളിലേക്കും നാട്ടുകാരും വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന പാലമാണിത്. കിഴക്കേമുറി, പതിക്കാൻ, കാരിയിൽ, കുറ്റിവയൽ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് അച്ചാംതുരുത്തി സ്കൂളിലെത്താൻ നടപ്പാലം ഉപയോഗിച്ചിരുന്നത്. പാലം അപകടത്തിലായതോടെ പ്രദേശവാസികൾ പ്രതിസന്ധിയിലായി. വളരെ അപകടത്തിലായിരുന്നു. ഇപ്പോൾ ഒരു വള്ളംകളി ഉണ്ടായിരുന്നല്ലോ. ആ വള്ളംകളി ഉണ്ടായിരുന്നതിന് കുറച്ച് മുമ്പ് ഈ പാലം പഞ്ചായത്ത് നിർദ്ദേശാനുസരണം അപകടം വരുന്നതുകൊണ്ട് കുട്ടികളെ കിടക്കണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ട് ബ്ലോക്കാക്കിയിരുന്നു. പിന്നീട് ആ ബ്ലോക്ക് മാറ്റിയിട്ട് ഈ വള്ളംകളി വരുന്ന സമയത്ത് ഇപ്പോൾ കാണുന്ന കഴിഞ്ഞുണ്ടല്ലോ, ആ കഴിഞ്ഞങ്ങളിൽ ഇവിടുത്തെ നാട്ടുകാരുടെ ജനകീയ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ആ കഴിഞ്ഞ് കിട്ടിയത്. കാലപ്പഴക്കത്താൽ ഭാഗികമായി തകർന്ന പാലം പുതുക്കി നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. പുതിയതായിട്ട് ആവശ്യപ്പെടുന്നത് ഇതിലൂടെ റോഡ് പാലം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ ഗവൺമെന്റിനായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. തകർന്ന കോൺക്രീറ്റ് തൂണുകൾക്ക് പകരം തെങ്ങിൻ തടി സ്ഥാപിച്ചും പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിവെച്ചുമൊക്കെയാണ് ജനങ്ങൾ ഇരുകര താണ്ടുന്നത്. പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചുകൊണ്ട് പേരിന് മാത്രമായി ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കാസർഗോഡ്.